പാലാരിവട്ടത്ത് അതിനാടകീയമായിട്ടുള്ള രംഗങ്ങൾ അരങ്ങേറുകയാണ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി പ്രതിഷേധം ഉയർത്തിയതിന് പിന്നാലെ പ്രവർത്തകരെ ജാമ്യത്തിൽ വിട്ടയച്ചിട്ടും തിരികെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച് ജാമ്യം നിഷേധിച്ച് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തതിനെതിരെ ഇപ്പോൾ കോൺഗ്രസ് പ്രതിഷേധം തുടരുകയാണ്. മണിക്കൂറുകൾ പിന്നിടുകയാണ് കോൺഗ്രസിന്റെ പ്രതിഷേധം. പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന റോഡിൽ കിടന്നുകൊണ്ടുവരെ പ്രതിഷേധിക്കുന്ന സാഹചര്യമുണ്ടായി. ഏറെ നേരം വാഹനം ഒക്കെ പൂർണ്ണമായും തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഭാഗികമായി വാഹനങ്ങളെ കടത്തിവിട്ട് തുടങ്ങുന്നുണ്ട്. എന്തായാലും പ്രവർത്തകരെ വിട്ടയക്കുന്നവരെ തന്നെ പ്രതിഷേധം തുടരാനാണ് തീരുമാനം. ഉന്നത ഇടപെടലുകൾ ഉണ്ടായിരിക്കുന്നു. CPM-ന്റെ ഭാഗത്ത് നിന്ന് ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. CPM ലോക്കൽ സെക്രട്ടറിക്കെതിരെ ഉൾപ്പെടെ ഇപ്പോൾ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഉമാ തോമസ് അടക്കമുള്ള MLA-മാർ, MP, DCC പ്രസിഡന്റ് തുടങ്ങി എറണാകുളം കോൺഗ്രസിന്റെ നേതൃതലത്തിലുള്ള എല്ലാവരും തന്നെ ഈ പ്രതിഷേധവുമായി ഇപ്പോൾ പാലാരിവട്ടം പോലീസ് സ്റ്റേഷന് മുൻപിലും മറ്റു പ്രവർത്തകർ പാലാരിവട്ടത്തെ റോഡിലും കിടന്നും ഇരുന്നും കൊണ്ടൊക്കെയും പ്രതിഷേധിക്കുകയാണ്. പാലാരിവട്ടത്ത് അസാധാരണമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. സാധാരണ കരിങ്കൊടി പ്രതിഷേധം നവകേരള സദസ്സിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ ബസ് എവിടെയൊക്കെ ആ വാഹനം സഞ്ചരിച്ചു അവിടെയൊക്കെ കരിങ്കൊടി പ്രതിഷേധം ഉണ്ടായിരുന്നു. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തിരുന്നു. പക്ഷേ ഈ തരത്തിൽ പ്രവർത്തകർക്ക് ജാമ്യം നൽകിയിട്ടും വീണ്ടും അവരെ തിരിച്ചു വിളിച്ച് ജാമ്യം നിഷേധിക്കുന്ന ഒരു സാഹചര്യവും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കുന്ന ഒരു സാഹചര്യവും ഒക്കെ ഇതാദ്യമായിട്ടാണ് അരങ്ങേറുന്നത്. എന്തായാലും പ്രവർത്തകരെ വിട്ടുകൊടുക്കാനില്ല, പ്രവർത്തകർക്കൊപ്പം എന്നുള്ള നിലപാട് ആവർത്തിച്ചുകൊണ്ട് ഇപ്പോൾ പ്രവർത്തകർക്കായി അവിടെ പ്രവർത്തകരെ വിട്ട് കൊടുക്കുന്നതുവരെ, പ്രവർത്തകരെ സ്റ്റേഷനിൽ നിന്ന് വിട്ടയക്കുന്നതുവരെ പ്രതിഷേധം തുടരാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചു. പ്രതിഷേധം ഇതാ കത്തിക്കയറുന്ന കാഴ്ചയാണ് കൊച്ചിയിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഇത്ര നേരമായിട്ടും, മണിക്കൂറുകൾ ഇത്രയധികം പിന്നിട്ടിട്ടും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഇടപെടൽ ഉണ്ടാകുന്നില്ല. സ്റ്റേഷൻ മാസ്റ്റർക്ക് തെറ്റുപറ്റി എന്നുള്ളൊരു വിശദീകരണം മാത്രമാണ്. എന്തുകൊണ്ട് ആദ്യം ജാമ്യം നൽകിയിട്ട് പിന്നീട് ജാമ്യം നിഷേധിച്ചു എന്ന ചോദ്യത്തിന് അവിടെ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥർ നൽകിയെന്നുള്ള കാര്യമാണ് നേരത്തെ മുഹമ്മദ് ഷിയാസ് വ്യക്തമാക്കിയത്. പക്ഷേ എങ്ങനെ ഒരു സ്റ്റേഷൻ മാസ്റ്റർക്ക് തെറ്റുപറ്റുന്നു? അദ്ദേഹം ആദ്യമായിട്ടാണോ ഇത്തരത്തിൽ ഒരു പ്രവൃത്തി പോലീസ് സ്റ്റേഷനിൽ ചെയ്യുന്ന ഉൾപ്പെടെയുള്ള ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള മറുപടി വേണ്ടിയിരിക്കും. എന്തായാലും ഇങ്ങനെയും പ്രവർത്തകർ തടിച്ചുകൂടിയിട്ടും ഇങ്ങനെയും ഒരു റോഡ് തടസ്സപ്പെട്ടിട്ടും ഇങ്ങനെ വാഹന ഗതാഗതമടക്കം സ്തംഭിച്ചൊരു സാഹചര്യം ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ടാണ് പോലീസിന്റെ ഭാഗത്തു നിന്നൊരു ഇടപെടൽ ഉണ്ടാകാത്തത് എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയുടെ വാഹനം ഇപ്പോൾ അവിടെ നിന്ന് കടന്നു പോയിട്ടുണ്ട്. ഇനിയും ആ പ്രവർത്തകരെ എന്തുകൊണ്ട് വിട്ടയക്കുന്നില്ല? മുഖ്യമന്ത്രിക്ക് നേരെ ജനാധിപത്യപരമായി കരിങ്കൊടി കാണിച്ച പ്രവർത്തകർക്ക് നേരെ, സാധാരണക്കാരായിട്ടുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ എന്തിനാണ് ഇത്തരത്തിൽ ഒരു നടപടി പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്നുള്ളതാണ് ചോദ്യം. റിയ ബേബി വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നുണ്ട്. റിയ, സമയം ഇതാ 11:30 പിന്നിട്ടിരിക്കുകയാണ്. മണിക്കൂറുകൾ മുന്നോട്ട് പോകുന്നു. ഒരു ഇടപെടലും ഇനിയും പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നില്ല. ഒരഞ്ച് പോലും പിന്നോട്ടില്ലെന്നുള്ള നിലപാട് ആവർത്തിച്ച് കോൺഗ്രസും പറയുന്നു. അതായത് ഇപ്പോഴൊന്നും നമ്മൾ ഈ ഒരു പ്രശ്നത്തിൽ ഒരു സമവായം, ഒരു പരിഹാരം ഒന്നും തന്നെ പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് മനസ്സിലാക്കണം അല്ലെ ഈ നിമിഷം? അതുകൊണ്ട് തന്നെയാണ് ആവർത്തിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള സമരത്തിലേക്ക് കാര്യമെടുക്കാതെ ഈ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നതാണ് നേതാക്കളടക്കം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ ജനപ്രതിനിധികൾ, നഗരസഭാ കൗൺസിലർമാരടക്കം ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവർ പ്രതിഷേധം ശക്തമാക്കുകയാണ്. സ്റ്റേഷന് മുന്നിൽ കുത്തിയിരുന്നാണ് പ്രവർത്തകർ പ്രതിഷേധം തുടരുന്നത്. ഈ ഘട്ടത്തിൽ MLA-മാരും MP-മാരും ഒപ്പം തന്നെ നിൽക്കുന്നു. ഏതാണ്ട് 3 മണിക്കൂറോളമായി 4 മണിക്കൂറോളമായി പ്രതിഷേധം തുടരുകയാണ്. പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള ചർച്ചകൾ ഉണ്ടായില്ല. നേരത്തെ ഷിയാസ് ഉന്നയിച്ചത് മുഹമ്മദ് ഷിയാസ് ഉന്നയിച്ചത് ഗൗരവകരമായ ആരോപണമാണ്. ശേഷമാണ് ജാമ്യമുള്ള വകുപ്പുകൾ ചുമത്തിയിരുന്ന കേസ് ജാമ്യമില്ലാ വകുപ്പിലേക്ക് എത്തിയതെന്നാണ് കോൺഗ്രസ് നേതാക്കൾ ആരോപണമായി ഉന്നയിക്കുന്നത്. ആദ്യം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വിട്ടയക്കാമെന്നും കൗൺസിലർ സക്കീറിനോട് ഇവിടേക്ക് എത്തണമെന്നും പോലീസ് ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ അദ്ദേഹം ബന്ധപ്പെട്ട രേഖകളുമായി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി. അതിനുശേഷം ഏതാണ്ട് അരമണിക്കൂറോളം കഴിഞ്ഞപ്പോഴാണ് ജാമ്യമില്ലാത്ത വകുപ്പാണ് പ്രവർത്തകർക്കെതിരെ ചുമത്തിയതെന്നും അവരെ റിമാൻഡിലേക്ക് മാറ്റുകയാണെന്ന് പാലാരിവട്ട പോലീസ് അറിയിച്ചതെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. അതേ തുടർന്നാണ് MLA-മാരെ അടക്കം ഇവിടേക്ക് വിളിച്ചു വരുത്തിക്കൊണ്ട് ഈ സമരം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയത്. ഏതാണ്ട് 4 മണിക്കൂറോളമായി പോലീസ് സ്റ്റേഷന് മുന്നിൽ ജനപ്രതിനിധികൾ കുത്തിയിരുന്ന പ്രതിഷേധം തുടരുന്നു. റോഡ് ഉപയോഗിച്ചുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകർ മറുവശത്ത് പ്രതിഷേധിക്കുന്നു. മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചുള്ള പ്രതിഷേധം നേരത്തെ ഇവിടെ നടക്കുകയും ചെയ്തു.
മുഖ്യമന്ത്രി മന്ത്രിമാരും ഗസ്റ്റ് ഹൗസിൽ തുടരുന്നുണ്ട്. നാളെയും ജില്ലയിൽ നവകേരള സദസ്സ് നടക്കാനിരിക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു സമാന്തര പ്രതിഷേധം കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. കരിങ്കൊടി കാണിച്ച കോൺഗ്രസ് പ്രവർത്തകരെയും ജാമ്യത്തിൽ വിട്ടേക്കണമെന്നും അതുവരെ ഈ പ്രതിഷേധം തുടരുമെന്നും കോൺഗ്രസ് നേതാക്കൾ ഒരേ സ്വരത്തിൽ ആവർത്തിക്കുന്നു. DCC പ്രസിഡന്റും ഹൈബീഡൻ MPയും MLAമാരും അടക്കം ഉന്നയിക്കുന്നത് മറ്റൊരു ആരോപണമാണ്. അതായത് CPM നേതാക്കളുടെ ചില സ്വാധീനത്തിന് വഴങ്ങിയാണ് ഇത്തരത്തിൽ ജാമ്യമുള്ള വകുപ്പുകൾ ജാമ്യമില്ലാത്ത വകുപ്പുകളിലേക്ക് മാറിയതെന്നും അത്തരമൊരു സമ്മർദ്ദം ഈ കേസിൽ ഉണ്ടായി എന്നതുമാണ് കോൺഗ്രസ് നേതാക്കൾ ആവർത്തിക്കുന്നത്. അതായത് സമാധാനപരമായ കരിങ്കൊടി പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയത്. അങ്ങനെ ഒരു പ്രതിഷേധത്തിന് ജാമ്യമില്ലാത്ത വകുപ്പുകൾ പ്രകാരം കേസെടുക്കുക എന്നത് പതിവ് രീതിയല്ലെന്നും ഇത് CPMന്റെ സമ്മർദ്ദമുണ്ടായി എന്നതുമാണ് കോൺഗ്രസ് നേതാക്കൾ ആവർത്തിക്കുന്നത്. വളരെ രൂക്ഷമായ ഭാഷയിലുള്ള പ്രതിഷേധമാണ് നേരത്തെ കോൺഗ്രസ് നേതാക്കൾ മുന്നോട്ട് വെച്ചത്. ഇത്തരത്തിൽ ഗുണ്ടകളെ പോലെ CPMന്റെ ഗുണ്ടകളെ പോലെ പോലീസ് പെരുമാറിയാൽ സമാനമായ രീതിയിലുള്ള പ്രതിഷേധം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് കോൺഗ്രസ് നേതാക്കൾ ആവർത്തിക്കുന്നു. എന്തായാലും വീണ്ടും തള്ളിലേക്കും പോലീസുമായുള്ള കയ്യാങ്കളിയിലേക്കും ഒരു ഘട്ടത്തിൽ കാര്യങ്ങൾ എത്തിയിരുന്നു. ഹൈബീഡൻ MP സ്റ്റേഷനിനകത്തേക്ക് കയറാൻ ശ്രമിച്ചപ്പോൾ പോലീസ് തടഞ്ഞെന്നും ഹൈബീഡൻ MPയെ പോലീസ് തള്ളി മാറ്റിയെന്നുമായിരുന്നു ആ ഘട്ടത്തിൽ ആരോപിച്ചത്. അങ്ങനെ പ്രവർത്തകരെ പോലീസും തമ്മിൽ കയ്യാങ്കളി ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് പ്രവർത്തകരെ നേതാക്കൾ ഇടപെട്ട് മാറ്റി നിർത്തുകയായിരുന്നു. എന്തായാലും AC അടക്കം എറണാകുളം സെൻട്രൽ AC അടക്കം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ ഒരു ചർച്ച ഈ ഘട്ടത്തിൽ ഇതുവരെയും പോലീസും നേതാക്കളും തമ്മിൽ ഉണ്ടായിട്ടില്ല. എങ്ങനെയാണ് ഈ സമരം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഇനി നോക്കിയിരുന്ന് കാണേണ്ടത്. ഏതായാലും നമുക്ക് ഈ വിഷയത്തിൽ കോൺഗ്രസ് പ്രതിഷേധം ശക്തമാക്കുന്നു എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ജനപ്രതിനിധികൾ, MLAമാർ, MP, DCC പ്രസിഡന്റ്, കൗൺസിലർമാർ, കോൺഗ്രസ് പ്രവർത്തകർ, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അടക്കമുള്ളവർ പോലീസ് സ്റ്റേഷനകത്തും പുറത്തും ഇപ്പോൾ തൃക്കാക്കര AC അടക്കം സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. തൃക്കാക്കരയിലെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട സമരങ്ങൾക്കിടയിലാണ് ഇത്തരത്തിൽ ഈ സംഭവ വികാസങ്ങൾ അരങ്ങേറിയത്. തൃക്കാക്കര AC അടക്കം തൃക്കാക്കര AC PIB അടക്കം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. നേരത്തെ എറണാകുളം സെൻട്രൽ AC അടക്കം ഇവിടേക്ക് എത്തിയിരുന്നു. കൂടുതൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഇതിനൊരു പരിഹാരം ഉണ്ടാകുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും റോഡ് ഉപരോധം താൽക്കാലികമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അവസാനിപ്പിച്ചിരിക്കുന്നു. വാഹനങ്ങൾ സുഗമമായി കടന്നു പോകുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ട്. അതായത് 1 മണിക്കൂറോളം വാഹന ഗതാഗതമടക്കം സ്തംഭിക്കുന്ന തരത്തിലേക്ക് പ്രതിഷേധം എത്തിയിരുന്നു. എന്തായാലും അറസ്റ്റ് ചെയ്ത 7 പ്രവർത്തകർ ഇപ്പോഴും പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലുണ്ട്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോഴും പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലുണ്ട്. നേരത്തെ കൗൺസിലർ സക്കീർ വ്യക്തമാക്കിയത് ഇവർക്കെതിരെ ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചുമത്തിയത് ഉന്നതരുടെ തങ്ങൾക്കൊന്നും ചെയ്യാനില്ല എന്ന് തന്നോട് എറണാകുളം പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലെ CI പറഞ്ഞുവെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആരോപണം. ഇത് തന്റെ കയ്യിലുള്ളതല്ല എന്നൊരു കാര്യം അദ്ദേഹം പറഞ്ഞു എന്നതാണ് അദ്ദേഹം ആരോപണമായി ഉന്നയിക്കുന്നത്. എന്തായാലും മുഹമ്മദ് ഷിയാസ് അടക്കം ഇപ്പോൾ ഇവിടെ പ്രതിഷേധം തുടരുന്നു. ഈ രീതിയിലാണ് പോലീസിന്റെ നീക്കമെങ്കിൽ അതേ രീതിയിൽ തന്നെ പ്രതിഷേധം തുടരുമെന്നതാണ്